ഹായ് നമസ്കാരം, ഞാൻ സുമേഷ്പുലാക്കിൽ. റിയൽ ട്രിപ്പിൾ ടീയുടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഡിഷിൻ്റെ പേരാണ് ചിക്കൻ ചൂളക്കിട്ടത്. അതെങ്ങനെയാണ് ചൂളക്കിടുന്നതെന്നും മറ്റു കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് കാണാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ ഫ്രഷായിട്ട് കളക്ട് ചെയ്യുന്നതാണ്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് തോട്ടത്തിൽ കൂടെ ചെന്നിട്ട് അത് കളക്ട് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള കുക്കിങ്ങിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും കടക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പരീക്ഷണശാലയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ തൊട്ട് പുറകെ ഒരാൾ നിൽപ്പുണ്ട്. ആരെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടല്ലേ, നല്ല ഫ്രഷ് നാരങ്ങ. ഇതുപോലുള്ള ഓരോ സാധനങ്ങളും നമ്മൾ ഫ്രഷായിട്ട് പറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. മലയാളിയുടെ ഫ്ലേവറും ടേസ്റ്റും എല്ലാം കിട്ടുന്ന ഒരു സസ്യം കണ്ടിട്ടുണ്ടോ? ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഇലകൾ നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം. കുറച്ച് ഇഞ്ചി വേണം. ഇഞ്ചി ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഒരു വലിയ കഷ്ണം. നമുക്ക് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കരിവേപ്പിലയാണ്. 2-3 ഇലകൾ നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നല്ല ഫ്രഷ് കാന്താരി മുളക് ഉണ്ട്, നമുക്ക് പറിക്കാം. കുറച്ച് കാന്താരി മുളക് കൂടുതലൊന്നും വേണ്ട, ഒരു ഇത്രയും മതിയാവും, അല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും. നമ്മുടെ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു ഐറ്റമാണ് പച്ചക്കുരുമുളക്. അതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അത് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച്. ഓക്കെ, എന്തായാലും നമ്മുടെ തോട്ടത്തിൽ വെളുത്തുള്ളി ഇല്ല, അതുകൊണ്ട് വെളുത്തുള്ളി നമുക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ടി വന്നിട്ടുണ്ട്. കുറച്ച് നല്ല കീറാത്ത വാഴയിലയും കൂടി വേണം നമുക്ക്. ഈ വാഴയിലയിൽ പൊതിഞ്ഞിട്ടാണ് നമ്മൾ ചിക്കൻ തീയിനകത്ത് വെക്കുന്നത്. നമ്മളിപ്പോൾ ഇതിന് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി, കരിവേപ്പില, മല്ലിച്ചപ്പ്, കാന്താരിമുളക്, പച്ചക്കുരുമുളക് ഇതെല്ലാം കൂടിയിട്ട് അരച്ചിട്ടുള്ള പേസ്റ്റാണിത്. നമുക്ക് ചിക്കനിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കാം. ശരിക്കും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ മസാല പിടിക്കുന്നതിന് വേണ്ടി വെക്കണം. ഇനി നമ്മൾ ചൂള ഉണ്ടാക്കാൻ പോവുകയാണ്. ചൂള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 കട്ടകൾ ഇങ്ങനെ സമചതുരാകൃതിയിൽ വെക്കണം. അതിനുശേഷം അതിനകത്താണ് നമ്മൾ തീ കത്തിച്ച് കനലുണ്ടാക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഒരു പൊട്ട് തീയോ ചൂടോ നഷ്ടപ്പെടാതെ നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കും. 2 കല്ല് എടുത്തിട്ട് നമ്മളിങ്ങനെ വെക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ വെക്കുമ്പോൾ നിലത്തെ ഇരിക്കരുത്, അത് പൊങ്ങിയിരിക്കണം, നല്ല കറക്റ്റായിട്ട് ചൂട് വെക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ്. അകത്ത് വെച്ച കല്ലിന് ചുറ്റുമായിട്ട് ചകിരി നിരത്തണം. നന്നായിട്ട് കട്ടിക്ക് നിരത്തിയതിന് ശേഷം അതിനകത്ത് തീ കത്തിക്കാം. ഇത് കത്തിയിട്ട് നന്നായിട്ട് കനലാണ്. അതിന് ശേഷം വേണം നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. തീ നന്നായിട്ട് കത്തുണ്ട്. നമുക്ക് ഈ വാഴയിലകളൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഇലയൊക്കെ വാട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പൊതിഞ്ഞെടുക്കാം. ഈ രീതിയിൽ വേണം പൊതിയാൻ. വാഴയിലയുടെ തണ്ട് പൊളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കും. ഇത് സെറ്റായി. ഇനി നമുക്ക് ഇതിനകത്ത് ഫുള്ള് കവർ ചെയ്തുകൊണ്ട് മണ്ണ് പൊട്ടിയിടാം. മണ്ണ് കുഴയ്ക്കുമ്പോൾ കൂടുതൽ വെള്ളമാകാൻ പാടില്ല, ഒരു മീഡിയം വെള്ളം, അതായത് നല്ല കുഴഞ്ഞ പരുവത്തിലിരിക്കും. ചെറിയൊരു പാളയുടെ പീസ് ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൽ മണ്ണിട്ട് പരത്തി കൊടുക്കും. നമ്മൾ വൃത്തിയായിട്ട് പൊതിയതിൻ്റെ മുകളിൽ വെച്ചു. ഇനി നമുക്ക് അതിൻ്റെ പുറത്തൂടെ മണ്ണ് ഇട്ട് കൊടുക്കാം. അടിയിൽ പാള വയ്ക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മണ്ണ് നനഞ്ഞതായതുകൊണ്ട് ഊർന്ന് താഴോട്ട് ഇറങ്ങും. അങ്ങനെ ഊർന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇല മണ്ണ് കൊണ്ട് കവറായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പാള വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി കൊടുക്കാം കുറച്ച്. കാരണം നമ്മൾ നേരത്തെ ഒരു കല്ല് വെച്ചത് ഓർക്കുണ്ടോ? ആ കല്ലിൻ്റെ മുകളിൽ വേണം നമുക്ക് ഇത് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടാണ് നമ്മൾ നേരത്തെ വെച്ച കല്ല്. ഇനി നമുക്ക് ഈ പൊതിഞ്ഞ വെച്ച ചിക്കൻ ആ കല്ലിൻ്റെ മുകളിലേക്ക് വെക്കാം. ഇത് കണ്ടില്ല, എല്ലാ ഭാഗം നല്ല കറക്റ്റായിട്ട് പൊതിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ തീയിലോട്ട് വെച്ച് കൊടുക്കാം. കറക്റ്റ് തീയിലോട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കണലെല്ലാം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മാക്സിമം കണൽ അതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം ഇനി അതിൻ്റെ മുകളിലേക്ക് കൂടുതൽ ചകിരി വെച്ചു കൊടുക്കും. പാക്ക് ചെയ്തിട്ടിരിക്കുന്ന ചിക്കനകത്ത് വെച്ച് കൊടുക്കും. നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ നന്നായിട്ട് ചകിരി വെച്ച് കൊടുക്കണം. ഒരുപോലെ 4 സൈഡും കനൽ കിടന്നാൽ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ 1 മണിക്കൂറായി നമ്മൾ ചിക്കൻ ചൂളയിലിട്ട് എന്തായാലും നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ ചൂളയിലിട്ടത് സെറ്റായിട്ടുണ്ട്. നമുക്ക് ചൂളയിൽ നിന്ന് എടുക്കണം. ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. നമ്മളിതിൻ്റെ ചൂളയിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചു. എങ്കിൽ പോലും അതിൻ്റെ അകത്തുനിന്ന് കണ്ടില്ലേ ആവി വരുന്നു, അത്രയും ചൂടാണത്. മണ്ണിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, നമ്മൾ കറുത്ത മണ്ണ് വെച്ചാണ് പൊതിഞ്ഞത്. മണ്ണ് നല്ല ചെങ്കല്ല് പോലെ. ഇനി എന്തായി ഉള്ളിലെ അവസ്ഥ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം അല്ലേ. നല്ല ചിക്കൻ്റെ ഒക്കെ മണം വരുന്നുണ്ട് കേട്ടോ. കത്തി വെച്ച് പതുക്കെ പുറത്ത് വെച്ചിരിക്കുന്ന ഒരു ഇല കരിഞ്ഞിട്ടുണ്ട്. ഇലയെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട്. അകത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം.
പുറത്തുള്ള ഇലയാണ് കരിഞ്ഞിട്ടുള്ളൂ, അകത്ത് കുഴപ്പമില്ല. നല്ല ചൂടാട്ടോ, അകത്ത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. വാവ്, നല്ല ഓയിലി ആയിട്ട്. വാവ്, സംഗതി പൊളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സംഗതി ഒരു ലൈറ്റ് യെല്ലോ കളറാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ലല്ലോ, എല്ലാം പച്ച ഫ്രഷ് ഐറ്റംസ് എല്ലാം ഇട്ടത്, അതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. നമ്മുടെ ചിക്കൻ ചൂളക്കിട്ടത് റെഡി ആയിട്ടുണ്ട്. സംഗതി കിടിലനായിട്ടുണ്ട്. കിടില തിമിർത്തു പൊളിച്ചു കലക്കി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എന്തായാലും നമ്മുടെ പരീക്ഷണം 100% സക്സസ് ആയിട്ടുണ്ട്. വെറൈറ്റി ടേസ്റ്റാണ്, അതേപോലെ തന്നെ ഹെൽത്തിയാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പം ഇനിയും ഇതുപോലുള്ള ധാരാളം വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അതുവരേക്കും താൽക്കാലികമായിട്ട് വിട പറയുന്നു. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം റിയൽ ട്രിപ്പിൾ ടി ബൈ സുമേഷ് പുലാക്കിൽ. ഓക്കെ, ബൈ.